പക്ഷേ ഒരു കുരുന്നിന്റെ ജീവൻ കൊടുക്കേണ്ടി വന്നു, അതിന് മറുപടി പറയേണ്ടി വരും എന്നുള്ള ഒരു കാര്യം തന്നെയാണ് ഇവിടെ എത്തിയ രാഷ്ട്രീയ നേതാക്കൾ ഉൾപ്പെടെയുള്ള ആളുകൾ പറയുകയും ചെയ്തത്. എന്തായാലും മൃതദേഹം ഇവിടെ നിന്നും നീക്കം ചെയ്യാൻ, ഇവിടെ നിന്നും അവരുടെ കുടുംബ വീട്ടിലേക്ക് കൊണ്ടുപോകാനുള്ള തയ്യാറെടുപ്പുകൾ നടക്കുന്നു. അവരുടെ അമ്മ നാട്ടിലേക്ക്, ഈ കൊല്ലത്തേക്ക്, ജന്മദേശത്തേക്ക് എത്തുകയാണ്. അമ്മയുമായി എല്ലാ ദിവസവും സംഗീത ഈ കുട്ടി സംസാരിക്കുമായിരുന്നു. അവന്റെ അനുജന്മാനു കഴിഞ്ഞ ദിവസം പറഞ്ഞത് എന്റെ ജ്യേഷ്ഠന് ഒരു പട്ടാളക്കാരനാകാനായിരുന്നു ഇഷ്ടം എന്നായിരുന്നു പറഞ്ഞത്. NCCയിലേക്ക് ചേരാനിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഇത്തരത്തിൽ ഒരു ദാരുണാന്ത്യം ഒരു കുട്ടിക്ക് സംഭവിക്കുന്നത്. അത് നമ്മുടെ സംവിധാനങ്ങളുടെ പാകപ്പിഴയിലുണ്ടായ ഒരന്ത്യം ആ കുട്ടിക്ക് സംഭവിക്കുകയും ചെയ്തത്. എന്തായാലും അവന്റെ ചേതനേറ്റ ശരീരം ഈ സ്കൂളിലേക്ക് അവസാനമായി വന്നിരിക്കുകയാണ്. ഇനി ഈ സ്കൂളിലേക്ക് മിഥുനുണ്ടാകില്ല. അവസാന യാത്രയപ്പ് ഈ സ്കൂൾ നൽകുകയാണ്, അധ്യാപകർ നൽകുകയാണ്, രക്ഷിതാക്കൾ നൽകുകയാണ്, അവന്റെ സഹപാഠികൾ നൽകുകയാണ്. അങ്ങനെ സമൂഹത്തിന്റെ നാനാഭാഗങ്ങളിലുള്ള ആളുകൾ അവന് യാത്രയപ്പ് നൽകുകയാണ്. ആ യാത്രയപ്പ് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു. ഇനി കുറച്ച് സമയം മാത്രമേ ഈ സ്കൂളിന്റെ മുറ്റത്ത് മിഥുൻ ഉണ്ടാവുകയുള്ളൂ. അതിനുശേഷം മിഥുൻ വീട്ടിലേക്ക് മടങ്ങും. വീട്ടിൽ നിന്നും അവൻ അന്ത്യനിദ്രയിലേക്ക് മടങ്ങും. അങ്ങനെ ആ കുട്ടിക്ക് ഒരു ദാരുണ അന്ത്യത്തിലൂടെ, ഒരു അബദ്ധത്തിലൂടെ സംഭവിച്ച മരണം, അതും നമ്മുടെ അധികൃതരുടെ അനാസ്ഥം സംഭവിച്ച ഒരു മരണം. ആ മരണത്തിൽ പ്രത്യാരോപണങ്ങളൊക്കെ ഉയരുമ്പോഴും, ഒരു HM സസ്പെൻഡ് ചെയ്ത് നിർത്തുമ്പോഴും എല്ലാം പൊതുസമൂഹം ചോദിക്കുന്നത് ഇതിന്റെ യഥാർത്ഥ ഉത്തരവാദികൾ ആരാണ്, ആർക്കെതിരെ എന്തെല്ലാം നടപടികൾ ഉണ്ടായി. പക്ഷേ അന്വേഷിക്കുന്നു, അന്വേഷണം നടക്കട്ടെ, അതിനുശേഷം മറുപടി നൽകാമെന്നാണ് അധികൃതർക്ക് തന്നെ ഇപ്പോഴും പറയുന്നത്. അവന്റെ മൃതദേഹം അടക്കിയ ശേഷമെങ്കിലും അവന് നീതി ലഭിക്കുമോ എന്നൊരു ചോദ്യവും ഇവിടെ എത്തിയ പല രക്ഷിതാക്കളും ചോദിക്കുന്നു. ഇനിയും വീട് കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും കൂടുതൽ നമ്മൾ കുഞ്ഞുങ്ങൾ സുരക്ഷിതരായിരിക്കുന്ന സ്ഥലം സ്കൂളാണെന്ന് വിചാരിക്കുന്ന മനുഷ്യരാണ് നമ്മൾ കേരളത്തിലുള്ളത്. പക്ഷേ അങ്ങനെയുള്ള ഒരു സ്കൂളിൽ ഒരു കുഞ്ഞിന് ഇത്തരത്തിലൊരു മരണം സംഭവിക്കേണ്ടി വന്നു. വൈകിട്ട് 4 മണിക്ക് ഈ ഇറ്റി വീഴുന്ന കണ്ണീരുകൾക്കൊക്കെ മറുപടി അത് പറയേണ്ടതുണ്ട് അധികൃതർ. പക്ഷേ ഇതെങ്കിലും ഒടുവിലത്തേതാവണം, അവസാനത്തേതാവണം ഇങ്ങനെയുള്ള കാഴ്ചകൾ എന്ന് തന്നെയാണ് ഓരോ ദുരന്തത്തിലും നമ്മൾ ആശിക്കുന്നത്. വീട്ടിൽ അവനുള്ള അന്ത്യയാത്രയ്ക്കായുള്ള കുഴിമാടം ഒരുങ്ങുന്ന ദൃശ്യങ്ങൾ നമുക്ക് കാണാം. അവിടെ നിന്ന് ശ്രീരാജ് ബാബു ചേരുന്നു. ശ്രീരാജ്, ഇനി വളരെ കുറച്ച് മണിക്കൂറുകൾ മാത്രമാണ് അവൻ ഇനി ആ വീട്ടിൽ ബാക്കിയുള്ളത്. വീട്ടിലേക്ക് ആ അന്ത്യയാത്ര എത്താനായി പോകുന്നു. അല്പസമയങ്ങൾക്കുള്ളിൽ തന്നെ സ്കൂളിൽ നിന്ന് മൃതദേഹം വഹിച്ചുകൊണ്ടുള്ള വിലാപയാത്ര പുറപ്പെടുമെന്നാണ് മനസ്സിലാക്കുന്നത്. വീട്ടിലേത് സങ്കടക്കാഴ്ചകളാണെന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയാം. മൈലുകൾക്കപ്പുറമുള്ള നമുക്ക് പോലും ഇത്രയധികം വിങ്ങൽ അനുഭവപ്പെടുമ്പോൾ അവനെ ചേർത്ത് പിടിച്ചവർക്കൊക്കെ ഇതെങ്ങനെ സഹിക്കും എന്നുള്ളത് നമുക്ക് വിവരിക്കാനോ അത് സങ്കല്പിക്കാനോ ആവില്ല. അവിടുത്തെ കാഴ്ചകൾ അതെങ്ങനെയാണ് ശ്രീരാജ്? സംഗീത, അല്പസമയത്തിനകം മിഥുൻ അവസാനമായി ഈ വീട്ടിലേക്ക് എത്തും. അതിന് തൊട്ടു പിന്നാലെ മിഥുന്റെ അമ്മയും ഈ വീട്ടിലേക്ക് എത്തും. കുവൈത്തിൽ ജോലിക്ക് പോയിരുന്ന 3 മാസം മുൻപ് മാത്രം കുവൈത്തിൽ ജോലിക്ക് പോയ അമ്മ അല്പസമയത്തിന് ശേഷം ഏറ്റവും കൂടുതൽ അവനെ കാണാനായി ഇവിടെ എത്തും. അവന്റെ ചേതനേറ്റ ശരീരമാണ് ആ അമ്മ കാണുന്നത് എന്ന് മാത്രം. 3 മാസം മുൻപും ജീവനോടെ കണ്ടിട്ട് പോയ ആ മകനെ ചേതനയേറ്റ് കാണുമ്പോൾ ആ എന്ന എങ്ങനെയായിരിക്കും പ്രതികരിക്കുക എന്നുള്ളത് നമുക്ക് സങ്കല്പിക്കാനോ ഊഹിക്കാൻ കഴിയുന്നതിനുമെല്ലാം തന്നെ അപ്പുറമുള്ള ഒരു സാഹചര്യമാണ്. ഈ വീട്ടിലെ മുത്തശ്ശിയായാലും അച്ഛനായാലും കുഞ്ഞനുജനായാലും എല്ലാ ആളുകളും സമാനമായ ഒരു സാഹചര്യത്തിലൂടെയാണ് കടന്നു പോകുന്നത്. ഇവിടേക്ക് എത്തുന്ന ആളുകളെല്ലാം തന്നെ അവർക്കൊപ്പം അവരുടെ ദുഃഖത്തിൽ പങ്കുചേർന്ന് അവരോടൊപ്പം ആശ്വാസവാക്കുകളുമായി എത്തുകയാണ്. പക്ഷേ ഈ ആശ്വാസവാക്കുകൾക്കൊന്നും തന്നെ നികത്താൻ കഴിയാവുന്ന നഷ്ടമല്ല ഈ വീടിനും നാടിനും ഉണ്ടായിട്ടുള്ളത് എന്നത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അത് വ്യക്തമാകുന്നതാണ് ഓരോ നിമിഷവും. ഇവിടെ നിൽക്കുന്ന ഓരോ നിമിഷവും ഏത് തരത്തിലാണ് ഇവിടെയുള്ള ആളുകൾ, അത് ഇതിനെ അറിയുന്നവരാകട്ടെ അറിയാത്തവരാകട്ടെ, ഒരു തവണ പോലും കണ്ടിട്ട് പോലും ഇല്ലാത്തവരായിക്കൊള്ളട്ടെ, എല്ലാ ആളുകളും ഒരേപോലെ ഒരേ ദുഃഖത്തിൽ, ഇതിനെ നഷ്ടപ്പെട്ട ദുഃഖത്തിൽ തന്നെയാണ് ഈ വീട്ടിൽ തുടരുന്നത്. അത്രത്തോളം ദുഃഖകരമാണ് ഈ വീട്ടിലെ അവസ്ഥ, സാഹചര്യം, വീട്ടിലെ കാര്യം, വീട്ടിലെ അവസ്ഥ എല്ലാം നമുക്കറിയാം. അതുതന്നെയാണ് ആളുകളെ ഏറെ ഇങ്ങോട്ടേക്ക് എത്തിക്കുന്നതും